ഹായ് ഓൾ. ഇന്ന് ഞാൻ ഇവിടെ ഉള്ള ഓണ സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം അപ്പം മുഖം നന്നായി കഴുകുമല്ലോ. അതിനുശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്തു. ആസ് യൂഷ്വൽ റോസ് വാട്ടർ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതും കഴിഞ്ഞ് 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ബയോഡർമ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. അത് ഒരുവിധം നല്ല മോയ്സ്ചറൈസറാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐ ജെല്ലാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കളർ മങ്ങിയോ അങ്ങനെ ഒന്നുമല്ല, പക്ഷേ കറുപ്പ് പോവുകയൊന്നുമല്ല, പക്ഷേ കണ്ണിനൊരു സുഖം കൊടുക്കും. അതുകൊണ്ടാണ് അതിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് മോയ്സ്ചറൈസ് ചെയ്തു. അത് കഴിഞ്ഞ് കറക്റ്റർ ഉപയോഗിച്ചു. കണ്ണിൻ്റെ ചുറ്റാകെയുള്ള കറുപ്പ് ഒരു ശകലം കുറയ്ക്കാൻ വേണ്ടി. ഒരുപാട് ഞാൻ ഇടാറില്ല, ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തു. ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല. ബ്രഷൊന്നും ഉപയോഗിച്ചില്ല, കൈകൊണ്ട് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്തത്. ഇനി ഞാൻ റിക്വലിൻ്റെ തന്നെ സൺസ്ക്രീൻ എടുത്തായിരുന്നു. ടിൻറ്റഡ് സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് കളർ മുഖത്തിന് കൊടുക്കുമല്ലോ. അതുമല്ല, ഹാഫ് ആൻ അവർ മുന്നെയാണ് ഞാനിത് യൂസ് ചെയ്തത്. അത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഐബ്രോ ഡാക്കൻ ചെയ്ത് ആസ് യൂഷ്വൽ ഞാൻ ആദ്യം മേലോട്ട് ഡാക്കൻ ചെയ്തു, ഒരു ഔട്ടർ ലൈൻ കൊടുത്തു, പിന്നെ താഴോട്ട് ചെയ്തിട്ട് ഔട്ടർ ലൈൻ ഉള്ളിൽ ഫില്ല് ചെയ്തു. അതാണ് ഏറ്റവും ഈസി വേ. അപ്പോൾ അങ്ങനെ ചെയ്തു, നല്ലൊരു ഷേപ്പ് വന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എന്തോ പറ്റിയെന്ന് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് കളർ കൂടിപ്പോയുണ്ട്. ഞാനൊരു ബഡ്സ് എടുത്ത് അതിന് കുറച്ചൊന്ന് ലൈറ്റാക്കി എക്സ്ട്രാസ് അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്തത് കോമ്പാക്ട് പൗഡറാണ്. മൈഗ്ലാമിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്ത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്തായിരുന്നു. കാരണം ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ കോമ്പാക്ട് പൗഡറിൽ ഒരു ചെറിയ കളറുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ വന്നപ്പോഴത്തേക്ക് അത് മതിയായി എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രാലിസിൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിലുള്ള വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐബ്രോസിൻ്റെ അടിയിലൊന്ന് ഒരു ചെറിയ നടുഭാഗത്തുനിന്ന് ഇങ്ങനത്തെ എൻഡിലോട്ട് ചെറുതായിട്ടൊന്ന് അത് ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഐബ്രോസ് ഒന്ന് പൊങ്ങിയിരിക്കുകയും ചെയ്യും, അവിടെ ഒരു ഹൈലൈറ്റർ പോലെ അതാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് കഴിഞ്ഞ് ഓസ്ട്രാലിസിൻ്റെ ഈ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്ത് 2 കൈയിലും കൂടെ തേച്ചിട്ട് കണ്ണിൻ്റെ മുകളിലോട്ട് കൊടുത്തു. അതിനൊരു ചെറിയ ഗ്ലിറ്ററിങ്ങും ഉണ്ടായിരുന്നു. എന്നിട്ട് താഴെ അത് പൊഴിഞ്ഞ് വീണത് ഞാൻ ആ ഒരു ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ണ് ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ട് എഴുതി. താഴെയും മുകളിലും നന്നായി ഡാർക്കൻ ചെയ്തു. വേറെ കാജലോ ഒന്നും ഉപയോഗിച്ചില്ല. ഞാൻ ഐബ്രോ പെൻസിൽ മാത്രമാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഐലാഷ് കേളർ എടുത്ത് ഐലാഷസ് എല്ലാം ഒന്ന് കേൾ ചെയ്ത് മേളിലോട്ടാക്കി. അപ്പം മസ്കാര ഇടാനായിട്ട് എളുപ്പമാണ്. ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച മസ്കാര ബ്ലാക്ക് കളറാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് അല്ല ഉപയോഗിച്ചത്, ബ്ലാക്ക് കളർ ഉപയോഗിച്ചു. അപ്പം അത് ഇച്ചിരി കട്ടിക്ക് കണ്ണിൻ്റെ പീലിയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു സ്പൂളി എടുത്ത് എക്സ്ട്രാസ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി. ഇത് മനീഷ് മൽഹോത്രയുടെ തന്നെ മസ്കാരയാണ്. നല്ല ബ്രഷാണ്, നല്ല നീണ്ട ഇതാണ്. അപ്പം നമ്മുടെ പീലിയെല്ലാം നല്ല വിടർന്ന് നിൽക്കും. പക്ഷേ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ആ കറുപ്പ് ഒരുപാട് കട്ടിക്ക് നമ്മുടെ പീലിയിലാകും. അപ്പോൾ അത് എക്സ്ട്രാ റിമൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സ്പൂളി എടുത്ത് ബാക്കി എക്സ്ട്രാസ് എല്ലാം അങ്ങ് റിമൂവ് ചെയ്തത്.
ഇതിനിടയ്ക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി എനിക്ക്. അപ്പം ഞാൻ ഒരു ബഡ് എടുത്ത് അതിൻ്റെ അറ്റത്ത് കണ്ണിൻ്റെ ഇന്ന കോർണറിൽ വെച്ചപ്പം ആ കണ്ണുനീരെല്ലാം അതിലോട്ടങ്ങ് ഒപ്പിയെടുക്കും. അത് കഴിഞ്ഞ് മസ്കാര ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് പുറത്തൊക്കെ ആയായിരുന്നു. അതെല്ലാം ആ ബഡ്സ് കൊണ്ട് തന്നെ റിമൂവ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അപ്പം കംപ്ലീറ്റ് അങ്ങ് പോവും. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. ഷുഗറിൻ്റെ തന്നെ പിങ്ക് കളറിലുള്ള ലിപ്സ്റ്റിക്ക്. അത് ലിക്വിഡായിരുന്നു. അപ്പം ഞാനൊരു കുറച്ച് കയ്യിലെടുത്തിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് തന്നെ ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഗ്രീൻ ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ പൊട്ടും ഇട്ടു. നേരിയ സാരിയിൽ ഗ്രീനാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഗ്രീൻ പൊട്ടും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ മുടി കെട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് പൂവും വെച്ചായിരുന്നു. ഇത്ര തന്നെയാണ് എൻ്റെ മേക്കപ്പ്. അല്ല വലിയ രീതിയിലൊന്നും മേക്കപ്പൊന്നും ചെയ്തില്ല. അപ്പം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം പോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. ലവ് യു ഓൾ.